ദേശീയ തലത്തിൽ 400-ലധികം സീറ്റെന്ന് പറഞ്ഞ് രാജ്യം ഭരിക്കാൻ നിന്ന മോദിയെയും എൻഡിയെയും ഇന്ത്യ മുന്നണി ഇച്ഛ ഇണ്ണ വരപ്പിച്ചപ്പോൾ കേരളം പതിവ് പോലെ ഇടം തിരിഞ്ഞു നിന്നു. ദേശീയ തലത്തിൽ യുപിയിലടക്കം താമര വാടിക്കരിഞ്ഞപ്പോൾ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ താമര വിരിഞ്ഞു. തൃശൂരിങ് എടുക്കുക എന്ന് പറഞ്ഞ് ട്രോൾ ഏറ്റുവാങ്ങിയ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ തൃശൂരിനെ അങ്ങെടുത്തു. ഇനി കേന്ദ്രമന്ത്രിയുടെ കാറിൽ VVIP അകമ്പടിയോടെ സുരേഷ് ഗോപി തൃശൂരിൽ പാറി നടക്കും. മോദി വാഗ്ദാനം ചെയ്ത കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദവി സുരേഷ് ഗോപി ഉറപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും മന്ത്രി പദവി ഉറപ്പിച്ച ഏക നേതാവും സുരേഷ് ഗോപിയാണ്. കേരളത്തിൽ നിന്നുള്ള 20 MP-മാരിൽ സുരേഷ് ഗോപി തന്നെയാണ് താരം. ചരിത്രത്തിൽ ആദ്യമായി BJPയുടെ താമര ചിഹ്നത്തിൽ സംസ്ഥാനത്ത് വിജയിക്കുന്നതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപി സ്വന്തം പേരിലാക്കി. വിജയമെന്ന് മാത്രമല്ല, വൻ ഭൂരിപക്ഷത്തിലാണ് വിജയമെന്നതാണ് ശ്രദ്ധേയം. 73,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം BJP സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. തൃശൂരിന്റെ വിജയത്തിൽ BJPക്കും സുരേഷ് ഗോപിക്കും ഒപ്പം നേട്ടമുള്ള മറ്റൊരാളുണ്ട്, സാക്ഷാൽ പത്മജ വേണുഗോപാൽ. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ പത്മജയുടെ പിന്തുണ തൃശൂരിൽ BJPക്കും സുരേഷ് ഗോപിക്കും ഗുണം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, കരുണാകരന്റെ മകൻ മുരളീധരനെ തന്നെ കോൺഗ്രസ് തൃശൂരിൽ പയറ്റിനിറക്കിയ രാഷ്ട്രീയ പരീക്ഷണം അടിമുടി പരാജയപ്പെട്ടതും പത്മജയ്ക്ക് ഗുണമായി. ഇതോടെ പത്മജയ്ക്ക് കേന്ദ്ര സർക്കാരിൽ അർഹമായ ഒരു പദവി ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.